ടു ബി ഫ്രാങ്ക്, ഞാൻ ബി ബി എ പഠിക്കുന്ന സമയത്ത് എനിക്ക് അക്കൗണ്ടിങ് ഉണ്ടായിരുന്നു. അക്കൗണ്ടിങ് കുറവായതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത് തന്നെ ബി ബി എ. പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ്. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റ് പോലും ഞാൻ പഠിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ പാസ്സാവില്ല. Every bank is ready to lend you money for your education. ഡണ്ടി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അബർഡീൻ യൂണിവേഴ്സിറ്റി, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വേൾഡിൽ ടോപ്പ് 200 വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. മാസ്റ്റേഴ്സിന് പോകുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ആയിരുന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ ആക്ച്വലി എഡിൻബ്രയിൽ പോകണം എന്ന് ഉദ്ദേശിച്ച ഒരാളേ അല്ല. ഞാൻ അതെനിക്ക് വേണ്ടാന്ന് ഉദ്ദേശിച്ചിരുന്ന ആളാണ്. ഹായ് എവ്രിവൺ, വെൽക്കം ടു ദി തേർഡ് എപ്പിസോഡ് ഓഫ് യൂണിറ്റോക്സ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ UK എന്ന കൺട്രിയിൽ ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ ആസ്പിറൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതിനെക്കുറിച്ചിട്ടുള്ള, അതായത് UK എന്ന കൺട്രിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമ്മുടെ തേർഡ് എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജിഷാൻ ആൻഡ് ഷുഹൈബ്. സോ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഹായ് അക്ഷയ്, ഹായ് എവരിവൺ. myself Jishan. ഞാൻ ഇപ്പോൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് മാറ്റ്ലബിൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് ഐ ഹാവ് ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ ലാസ്റ്റ് 5 years. Especially I have seen people going to and helped so many people to achieve their dreams of UK. And yeah, that's for now. We'll discuss further on the UK. ഹായ് അക്ഷയ്, ഹായ് എവരി വൺ. സോ ഐ എം മുഹമ്മദ് ഷുഹൈബ്. ഞാനിപ്പോൾ ഓവർസീസ് എഡ്യൂക്കേഷൻ എക്സ്പെർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ PG ചെയ്തിട്ടുണ്ടായിരുന്നത് എഡിൻബറ നാപ്പിയർ യൂണിവേഴ്സിറ്റി UK നിന്നാണ്. സോ അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു കരിയർ ചൂസ് ചെയ്തതും. സോ നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാമല്ലോ, അതുപോലെ നല്ലൊരു വേയിലോട്ട് സ്റ്റുഡൻസിനെ അവരുദ്ദേശിക്കുന്ന ഒരു കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോഴ്സസിലോട്ട് എത്തിക്കാം എന്നുള്ള ഒരു എയിമിലാണ് ഞാനൊരു കരിയർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഠിച്ചിറങ്ങിയ പാസ് ഔട്ട് ആയിട്ട് 5 years. അപ്പോൾ ഒരു 5 years മുന്നേ ജിഷാൻ ആസ് എൻ എഡ്യൂക്കേഷൻ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ജിഷാൻ എങ്ങനെയായിരിക്കും UK എന്നുള്ള കൺട്രി ഈ ഷുഹൈബിന് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും? ഓക്കെ, ഇത് നമ്മൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പോലെയല്ല when it comes to 5 years back actually, because 2021 ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് സ്റ്റേ ബാക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മളിപ്പോൾ ഈ കാണുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഡിസ്കസ് ചെയ്യാൻ UK വന്നത് ആ ഒരു സ്റ്റേ ബാക്ക് അനൗൺസ്മെൻറ്റിന് ശേഷമാണ്. ബട്ട് പ്രീവിയസ്ലി ആൾസോ സ്റ്റുഡൻസ് വർ ഗോയിങ് ടു UK, മെയിൻലി ഫോക്കസിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷൻ. നമ്മൾ ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ അന്ന് നമ്മളൊരു മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ അന്നത്തെ ഇപ്പം ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് മാസ്റ്റേഴ്സിന് പോകുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ആയിരുന്നു. അവർ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ഫാമിലിയായിട്ട് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ നമുക്ക് അത് പല കുട്ടികൾക്കും അവർ കേൾക്കുന്നുണ്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാം, പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് പ്രാക്ടിക്കലാക്കുക എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര 5 years ബാക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം നമ്മളിപ്പോൾ ഇന്ന് കേൾക്കുന്ന പോലെ അത്ര തന്നെ റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര തന്നെ യൂസ്ഡ് ആയിട്ടുള്ള വേർഡുകളല്ല ഇത്. ഈ സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് എന്നൊന്നും പറയുന്നത് അത്ര തന്നെ യൂസ്ഡ് അല്ല. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളോട് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് അതുപോലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ കമ്പയർ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഡിഫറൻസസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അവൈലബിലിറ്റി ഓഫ് പ്രോഗ്രാം. ഇപ്പോൾ ഷുഹൈബിന് തന്നെ ആലോചിച്ചറിയുന്നുണ്ട്. അപ്പോൾ നമ്മളന്ന് ഷുഹൈബ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിയുമ്പോൾ ഷുഹൈബിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് മേ ബി MBA എന്ന് പറയുന്ന ഒരു ചോയ്സ് മാത്രമായിരിക്കും. പക്ഷേ പുറത്തേക്ക് നമ്മൾ ഒരു കൺട്രി ചൂസ് ചെയ്യും, അവിടുത്തെ ഓപ്ഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര അധികം ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഏരിയാസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് മേജർലി ഈ പ്രോഗ്രാംസ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദി പാർട്ട് ടൈം ജോബ് ഫെസിലിറ്റി, ഇത് മൂന്നും കാര്യമായിട്ട് തന്നെ ഒരു യുണീക്ക് പോയിന്റ്സ് ആണ് വെൻ വി ടോക്ക് അബൌട്ട് 5 years ബാക്ക്. ഇപ്പോൾ ഒരു 5 years എന്ന കേസ് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ UK കാനഡയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 5 years ബാക്ക് ആ ഒരു സമയത്ത് അത്ര പോപ്പുലർ അല്ല, അല്ലെങ്കിൽ അത്ര ട്രെൻഡിങ് അല്ല ഈ ഒരു എന്താണ് UK എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അത്ര പോപ്പുലർ അല്ല. ആ ഒരു സമയത്ത് ഈ ഒരു UK ആണ്, അല്ലെങ്കിൽ എൻ്റെ കരിയർ ഞാൻ കാണുന്നത് ഇതേപോലെ ഒരു അബ്രോഡ്
എന്താണ് ഡെസ്റ്റിനേഷനിലാണ് ഞാൻ പോയി പഠിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തകളൊക്കെ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവും? ആക്ച്വലി അന്ന് എൻ്റെ മുന്നിൽ കൺട്രി വൈസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഓസ്ട്രേലിയ, അയർലാൻഡ്, കാനഡ ആൻഡ് UK. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഇൻറ്റൻഷനാണ്. ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും ഇൻറ്റൻഷൻ. എൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു PG എടുക്കുക, അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഗെയിൻ ചെയ്യുക, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക ആൻഡ് റിട്ടേൺ. അവിടെ സെറ്റിൽ ആവാന്നുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓസ്ട്രേലിയ ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കൺട്രീസൊക്കെ നമ്മൾ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചും കൂടി ഹയർ ആണ് വെൻ കമ്പയറിംഗ് ടു UK. ആൻഡ് സ്കോളർഷിപ്പിൻ്റെ അവൈലബിലിറ്റീസും ഇത്ര തന്നെ അന്നില്ല അവിടെ. പിന്നെ അവരുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെറ്റിൽമെൻറ്റ് ഫ്രണ്ട്ലി എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് വരുന്നത്. പക്ഷെ എൻ്റെ ഇൻറ്റൻഷൻ സെറ്റിൽമെൻ്റ് അല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പഠിച്ചിട്ട് തിരിച്ചു വരിക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ UK ചൂസ് ചെയ്തത്. എന്ന് വെച്ചിട്ട് അത് ക്വാളിറ്റി മറ്റുള്ള കൺട്രീസ് ക്വാളിറ്റി ഇല്ല എന്നല്ല, ഇവിടെ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് ആൻഡ് ഫ്ലെക്സിബിൾ ഫീ പ്ലാനിൽ എനിക്ക് അന്ന് ഒരു 4 ടേം ഇൻസ്റ്റാൾമെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, അന്ന് വളരെ എനിക്ക് 2 ഇയർ കോഴ്സിന് ആകെ എനിക്ക് 10 lakhs എക്സ്പെൻസ് വന്നുള്ളൂ. അതും എനിക്ക് ഒറ്റ ഷോട്ടിൽ അടക്കേണ്ടി വന്നിട്ടില്ല. എന്താ പറയുക, ഇൻസ്റ്റാൾമെൻറ്റ് വേയിൽ നമുക്ക് അടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സോ അതാണ് അന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ UK എന്ന കൺട്രി പറഞ്ഞു. അപ്പോൾ ഇതിലിപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അഫോർഡബിൾ ഫീ എന്നല്ലാതെ വേറെ എന്താണ് UK എന്നുള്ള സംഭവത്തിൽ വരുന്നത്? UK എന്നുള്ള കൺട്രി ചൂസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് അത് കാരണം ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടേക്കാണ് ബാക്കിയുള്ള കൺട്രീസ് വെച്ചിട്ടും. ഓക്കെ, അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റേ ബാക്ക് ഒരു ഫെസിലിറ്റേഷൻ ആണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റ് ഇമിഗ്രേഷൻ റൂട്ട് വിസ ഒബ്വിയസ്ലി അതൊരു വളരെ നല്ലൊരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു കൺട്രിയിൽ പോയി കഴിഞ്ഞാലും ടു ഗെറ്റ് മോർ ടൈം ടു സ്പെൻഡ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ എഡ്യൂക്കേഷൻ നമ്മൾ ആ ഇൻഡസ്ട്രി എന്താണ്, അവിടെ ജോലി ചെയ്താലുണ്ടാവുന്ന എക്സ്പീരിയൻസ് എന്താണ്, ആ എക്സ്പോഷർ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് കുറച്ചും കൂടി ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് പോയിന്റ് ആണ്. സോ വി ക്യാൻ സേ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇസ് എ ബെനിഫിറ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് എല്ലാവർക്കും വേണ്ടത് നോട്ട് എ കോമൺ തിങ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷുഹൈബിൻ്റെ കേസിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ സ്റ്റുഡൻറ്റിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ഒരു ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ കോമേഴ്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അണ്ടർഗ്രാഡ് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റെപ്പ് ഓൺ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന മെയിൻ ഫോക്കസ് ഏരിയാസ് ആണ്. ഇനി അതല്ല അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഓഫ് ആർട്സിൽ ഒരുപാട് ഫെസിലിറ്റീസ് വരുന്നു. പക്ഷേ നമ്മൾ പുറത്തുള്ള ഓപ്ഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഇൻ ദ UK മൾട്ടിപ്പിൾ സബ്ജക്റ്റ് ഏരിയാസ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കൊമേഴ്സ് കഴിഞ്ഞൊരു കുട്ടിക്ക് തന്നെ യു ക്യാൻ ഗോ ഫോർ ഫിനാൻസ്, ടാക്സേഷൻ, അക്കൗണ്ടിങ്. ഇതിൽ തന്നെ ഒരുപാട് സബ് എലമെൻറ്റ്സ് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റ് ഏരിയസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വെറൈറ്റി പ്രോഗ്രാംസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഐ ക്യാൻ സേ ലൈക്ക് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാം ഇസ് another add-on point when you look into UK. And അതിനോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ ആഡ് ഓൺ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ വെൻ വി ആർ കമ്മിങ് ടു UK ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഷോർട്ടർ പീരീഡിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഗെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് വെൻ കമ്പയറിംഗ് ടു അതർ മേജർ കൺട്രീസ്. അധികവും PG എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് മോർ ദാൻ 1 year, അതായത് 2 year ഒക്കെയാണ് അധികം ബാക്കിയുള്ള കൺട്രീസിൽ മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് UK 1 year കൊണ്ട് തന്നെ സെയിം ക്വാളിഫിക്കേഷൻ നമുക്ക് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോഴ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഓഫ് കോഴ്സ് ഞാൻ BBA കഴിഞ്ഞതുകൊണ്ട് MBA തന്നെ ആയിരുന്നു എൻ്റെ ഒരു മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ. പക്ഷേ അതിൻ്റെ MBA എന്നതിലുപരി അതിലെങ്ങനെ നമുക്കൊന്നും കൂടി ഒരു പ്രത്യേകത കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തോട്ട്. കാരണം MBA നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അന്ന് വരെ, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടോ കേൾക്കാത്തൊരു സ്പെഷ്യലൈസേഷൻ, അത് ലീഡർഷിപ്പ് പ്രാക്ടീസ് എന്ന് പറയും. ഇപ്പോൾ കോമൺലി നമ്മൾ കേൾക്കുന്നത് മാർക്കറ്റിംഗ്, HRM അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോലത്തെ, ഇത് ലൈക്ക് ലീഡർഷിപ്പ് പ്രാക്ടീസ്. അതായത് നമ്മൾ അതിലോട്ട് അതായത് നമ്മൾ ഡീപ്ലി നമ്മൾ അതിലോട്ട് എന്താ പറയുക പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒറ്റവാക്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടേമല്ല. ഈ ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു ടേമിൽ തന്നെ നമുക്കത് എന്താ പറയുക കാറ്റഗറൈസ് ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷനിൽ, ട്രാൻസാക്ഷനിൽ അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ
ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇവിടെ ഇല്ലാത്തൊരു സംഭവം പഠിക്കുക എന്നുള്ളതായിരുന്നു എയിം. അതുകൊണ്ട് ഞാൻ MBA ലീഡർഷിപ്പ് പ്രാക്ടീസ് എന്നുള്ള കോഴ്സാണ് എടുത്തത്. യെസ്. അപ്പോൾ ഇതുപോലെ ഈ ഇവിടുത്തെ MBA, അതായത് ഇന്ത്യയിൽ MBA ചെയ്യുന്നതും UK MBA ചെയ്യുന്നതും ഇപ്പോൾ പറഞ്ഞു, MBA ഈ ലീഡർഷിപ്പ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ കേസ് പറഞ്ഞു. അതുപോലെ വേറെ എന്തൊക്കെയാണ് ഇപ്പോൾ നോർമൽ MBA എന്നുള്ളതല്ലാതെ വേറെ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻസ് ആയിട്ട് പറയാനായിട്ട്? റിഗാർഡിംഗ് ടു ബിസിനസ് പ്രോഗ്രാംസ്, നമ്മൾ ബിസിനസ് പ്രോഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്, മാസ്റ്റേഴ്സ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഇസ് വൺ ഓഫ് ദി പ്രോഗ്രാം. മാർക്കറ്റിംഗ്, HR, ദേ ഹാവ് എല്ലാ സബ്ജക്ട് ഏരിയാസിലും അവർക്ക് സ്പെഷ്യലൈസ്ഡ് മാസ്റ്റേഴ്സ് തന്നെ വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, ഇന്റർനാഷണൽ ബിസിനസ്, പ്രോജക്ട് മാനേജ്മെൻറ്റ് ഇസ് വൺ ഓഫ് ദാറ്റ്. ആൻഡ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ MSc ബിസിനസ് അനലിറ്റിക്സ് ഇസ് എ വണ്ടർഫുൾ പ്രോഗ്രാം. നൗ ഡേയ്സ് ഇപ്പോൾ നമ്മളത് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ അനുസരിച്ച് ബിസിനസ് അനലിറ്റിക്സ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് ഒരുപാട് തരത്തിൽ ഓരോ ഇൻഡിവിജ്വൽസിനെയും സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന സമയത്ത് അനലിറ്റിക്കൽ നോളേജ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് വണ്ടർഫുൾ. വി ക്യാൻ മേക്ക് ഡിസിഷൻ ക്വിക്കർലി, അങ്ങനെ ഒരു vertical ഉണ്ട്. And coming to other programs, entrepreneurship is a program, MSc entrepreneurship and MSc innovation. There are so many programs such as that. ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്, ലൈക്ക് ഫിൻടെക്. വൺ ഓഫ് ദി ടോപ്പ് ഡിമാൻഡഡ് പ്രോഗ്രാം ഇപ്പോൾ നിലവിൽ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ MBA എന്ന പെർസ്പെക്റ്റീവിൽ നിന്ന് മാറിയിട്ട് മാസ്റ്റേഴ്സ്, MBA പോലെ തന്നെ സെയിം ക്വാളിഫിക്കേഷൻ വരുന്ന മാസ്റ്റേഴ്സ്, അതിലാണ് ഒന്നും കൂടെ സ്പെഷ്യലൈസേഷൻസ് വരുന്നത്. ലൈക്ക് ഇപ്പോൾ അക്കൗണ്ടിങ് എന്നുള്ള ഒരു പാർട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ അക്കൗണ്ടിങ് മാത്രമാണ് കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ടാക്സേഷൻ മാത്രമാണ് കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ബാങ്കിങ്. എന്നാൽ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സുകളുണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓഡിറ്റിംഗ്, ആ ഒരു രീതിയിലോട്ട്, ആ ഒരു പ്രൊഫഷനിലോട്ട് ലീഡ് ചെയ്യുന്ന കോഴ്സാണ് ഫോറൻസിക് അക്കൗണ്ടിങ്. നമ്മളാകെ ഫോറൻസിക് കേട്ടിട്ടുള്ളത് ഫോറൻസിക് സയൻസ്. അതെ അതെ, അത് അതായത് അതിന്റെ മീനിങ് സിമ്പിളാണ്. നമ്മൾ ഓഡിറ്റിംഗ് മേഖലയിലോട്ടുള്ള ഒരു ഗേറ്റ് ആണ് അത് ഫോറൻസിക് അക്കൗണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സാണ്. അക്കൗണ്ടിങ് താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് അത് ഫോറൻസിക് അക്കൗണ്ടിങ്. ഈവൻ ഫോറൻസിക് അക്കൗണ്ടിങ് ലീഡ്സ് ടു ഫൈനാൻഷ്യൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലോ. നമുക്ക് മീൻസ് നമ്മളിപ്പോൾ ഫോറൻസിക്കിന് കേൾക്കുന്നത് ഒരു ക്രൈമിന്റെ ഒരു പാർട്ടായിട്ടുള്ളതാണ്. ഒബ്വിയസ്ലി ഇവിടെയും വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ ഫൈനാൻഷ്യൽ ക്രൈമിന്റെ ഓഡിറ്റിംഗ്, മീൻസ് അതൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യുക, അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് തടയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു കരിയേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അറിയാലോ, ഇന്നത്തെ സിനാരിയോയിൽ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത് കറപ്ഷനാണ്. സോ അത് ഒരു പരിധി വരെ നിയന്ത്രിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആവണം. അത് ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഇനിയിപ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലും, ഇപ്പോൾ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പർട്ടിക്കുലർലി എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസ് ആണ് അതിന്റെ സ്പെഷ്യാലിറ്റി. ഈവൻ ഇൻ മാർക്കറ്റിംഗ് ദേ ഹാവ് പ്രോഗ്രാംസ് ഓൺ പോഡ്കാസ്റ്റിംഗ് ഇറ്റ്സെൽഫ്. സോ നമ്മൾ അത്ര സബ്ജക്ട് ഓറിയന്റഡ് ആണ് കാര്യങ്ങൾ. അതിൽ തന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഇയറിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിൽ അല്ലെങ്കിൽ ഒരു കോഴ്സിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ BBAയിൽ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഒരു സപ്പോസ് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 30 സബ്ജക്ട്സ് പഠിക്കുന്നുണ്ടെന്ന് നോക്കാം. അതിലെ ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ് പിന്നെ PG അവിടെ കൊടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടു ബി ഫ്രാങ്ക്, ഞാൻ BBA പഠിക്കുന്ന സമയത്ത് എനിക്ക് അക്കൗണ്ടിങ് ഉണ്ടായിരുന്നു. അക്കൗണ്ടിങ് കുറവായതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത് തന്നെ BBA. പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ്. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റ് പോലും ഞാൻ പഠിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ പാസ്സാവില്ല. അത് പഠിച്ച് നമ്മൾ മാർക്ക് നമ്മൾ ഗെയിൻ ചെയ്തേ പറ്റൂ പാസ്സാവണമെങ്കിൽ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് അവർക്ക് താല്പര്യമുള്ള മേഖല മാത്രം ചൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10th എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാത്സിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അത് യൂസ്ഫുൾ ആവുന്ന മേഖലകളുണ്ട്, പക്ഷെ അത് അവർക്ക് മാത്രമേ യൂസ്ഫുൾ ആവുള്ളൂ. നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താണോ അത് നമുക്ക് പഠിക്കാം. നമ്മുടെ UK എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് നോക്കുന്ന സമയത്തുള്ള ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ലൊരു ഗുണം അല്ലെങ്കിൽ ഏറ്റവും ആഡ് ഓൺ ബെനിഫിറ്റ് എന്ന് നമ്മൾ സംസാരിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക്
മീൻസ് അവരുടെ പാഷൻ എന്താണ്, അവരുടെ കരിയർ അവർ എന്തിലാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിസിഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഹി ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ എ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വേർ ഹി ഹാസ് ടു ലേൺ സോ മെനി സ്റ്റഫ്. അവൻ എന്താണോ സ്പെസിഫിക് ആയിട്ട് വേണ്ടത് അവൻ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. വി ഡോണ്ട് ഹാവ് ടു പുഷ് ദം, അല്ലെങ്കിൽ നമ്മളൊരാളെ എല്ലാം കൂടെ അനാവശ്യമായിട്ട് നമ്മൾ ഇനി പഠിക്കണ്ട. നമ്മൾ ഒരുപാട് കാലം നമ്മളത് ചെയ്തു, ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് പ്രൂവൺ ആവുന്ന ഒരു സ്ഥലം. ഏറ്റവും രസകരമായിട്ടുള്ളൊരു കോഴ്സിൻ്റെ പേര് ഞാൻ പറയാം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് കോമഡി നമുക്കറിയാം അല്ലേ, കോമഡി നമ്മൾ ഇപ്പോൾ ഫിലിംസിലും അല്ലെങ്കിൽ ഡ്രാമ ഇതിലൊക്കെ നമ്മൾ പ്ലേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആക്ട്. അതിന് മാത്രമായിട്ട് ഒരു കോഴ്സ് അവൈലബിൾ ആണ് UK യിൽ, കൈൻഡ് ഓഫ് BA കോമഡി അല്ലെങ്കിൽ BSc കോമഡി എന്ന് പറഞ്ഞാൽ. അതായത് ഫിലിമുണ്ട് ആൻഡ് ഡ്രാമ അല്ലെങ്കിൽ പ്ലേ, സ്റ്റേജ്, സ്റ്റാൻഡപ്പ് കോമഡിയൻസ്. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അതെ ആംഗിൾ ഓഫ് എന്റർടൈൻമെന്റ് തന്നെയാണ് സ്റ്റാൻഡപ്പ് കോമഡി. അത് മാത്രമായിട്ട് ആക്ച്വലി എന്താ വെച്ചാൽ ഈ ഫിലിം എന്നുള്ള ഒരു നമ്മുടെ ഇവിടെ ഇന്ന് ഫിലിം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമല്ല, എന്നാൽ പുറത്ത് ഈ പ്ലേ അല്ലെങ്കിൽ അവിടെ തിയേറ്റേഴ്സിനുണ്ട് ഒരുപാട്. അവിടെ തിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂവി തിയേറ്റേഴ്സ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്, ഡ്രാമ പ്ലേ ചെയ്യാനുള്ള ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ആർട്ടാണ് അവർക്കത്. സോ അതിലൊക്കെ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഒരു കോമഡി. ഇപ്പോൾ നമുക്ക് ഒരുപാട് റിയാലിറ്റി ഷോസ് നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പോൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് തിരഞ്ഞെടുക്കാനുള്ള നമ്മളിവിടെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ ഒരു സംഭവം ഒരുപാട് സമയം മുന്നേ തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ UK യിൽ പഠിച്ച ഒരു അലുമിനി എന്നുള്ള രീതിയിൽ ഷുഹൈബ്, അതുപോലെ നിഷാനുണ്ട്, അതായത് എഡ്യൂക്കേഷൻ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്നുള്ളത്, അതായത് ഞാനിങ്ങനെ UK എന്നുള്ള കൺട്രി എനിക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ഫിനാൻഷ്യലി എങ്ങനെയാണ് ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു സാധനം. അപ്പോൾ എങ്ങനെയാണ് അതിനെ പറ്റി പറയാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്ന പ്രോഗ്രാം, നമ്മളെടുക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം, യൂണിവേഴ്സിറ്റി ഏത് ഏരിയ ആണ്, ഇതെല്ലാം നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് മാറ്ററാണ്. അപ്പോൾ നമ്മുടെ കൺസൾട്ടേഷൻ ലെവലിലാണെന്നുണ്ടെങ്കിൽ ഈവൻ ഷുഹൈബ് ആൻഡ് എവറി വൺ ഡസ് ഇറ്റ് വെരി ബ്രില്യൻ്റ്ലി. നമ്മൾ ഓരോ സ്റ്റുഡൻസുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ എത്ര തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ ഈ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് എത്ര തന്നെ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുള്ളത് കൂടി നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. ഇഫ് അക്ഷയ് റിയലി വാണ്ടഡ് ടു ഗോ ഫോർ അബ്രോഡ്, എസ്പെഷ്യലി ഇൻ UK, വി ഹാവ് ടു ഡിസ്കസ് ഹൗ മച്ച് യു ക്യാൻ അലോക്കേറ്റ്. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ഫെസിലിറ്റേഷൻ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്ഷയ് പറയുന്നത് എനിക്ക് 20 lakhs വരെ ഞാനും എൻ്റെ പാരൻസുമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാനിന് വേണ്ടിയിട്ട് ഞാൻ ആൾറെഡി അലോക്കേറ്റഡ് ആണ്. വി ഹാവ് ടു പ്ലാൻ അക്കോർഡിംഗ് ടു ദാറ്റ്. അപ്പോൾ നമ്മൾ 20 lakh എന്നുള്ളതിൽ നിന്ന് നമ്മുടെ ട്യൂഷൻ ഫീസ്, വിസ എക്സ്പെൻസസ്, അതർ ചാർജസ്, ഇനീഷ്യലി അവിടെ അക്ഷയ് ചെന്ന് ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ ആവുന്നത് വരെയുള്ള അക്കോമഡേഷൻ, ട്രാവൽ, ക്ലാസ്സസിന് വേണ്ടിയിട്ടുള്ള അത് യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ഫണ്ടിങ് നമുക്ക് 20 lakhനുള്ളിലേക്ക് എത്തിക്കാൻ പറ്റും. ആൻഡ് ഇഫ് അക്ഷയ് ടെൽ മീ ലൈക്ക് യു ഹാവ് 20 lakh but you have a ambition to study in a top-notch university like we can say University of Cardiff, Newcastle അല്ലെങ്കിൽ ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത്, then we have to go for alternative ways as well because fees only itself come around 20 to 25 lakh. അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ നോക്കുന്ന കാര്യം, are you eligible for any kind of scholarship? Okay, then we will also look for are you eligible for any kind of financial loans? Okay, നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് അക്ഷയ്ക്ക് ഇതിൽ നിന്ന് വേണ്ടത്. വെൻ യു ആർ സ്പെൻഡിങ് മണി, വാട്ട് യു വിഷ് ടു ഏൺ ഫ്രം ദം, അതാണ് ഫസ്റ്റത്തെ ഒരു പോയിന്റ്. സെക്കൻഡ്, ഹൗ മച്ച് യു ആർ അലോക്കേറ്റഡ് റൈറ്റ് നൗ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും അലോക്കേഷൻസ് നടത്തിയിട്ടുണ്ടോ? ഇഫ് നോട്ട്, നമുക്ക് ഇനി അതർ അലോക്കേഷൻ മെത്തേഡ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനനുസരിച്ചാണ് നമ്മൾ പ്ലാനിങ്സിലേക്ക് പോകുന്നുണ്ടാവും. ആൻഡ് ഇതിൽ ഈ ഫിനാൻഷ്യൽസിൻ്റെ പാട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ആസ് എ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ എനിക്കും അന്നുണ്ടായിരുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, എന്നാൽ അതിന് വൃത്തിയായിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ മാഞ്ചസ്റ്റർ, ലിവർപൂൾ അല്ലെങ്കിൽ കാർഡിഫ്, ഇങ്ങനത്തെ ഒക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെ ഈ ഒരു സ്റ്റുഡൻറ്റ് എലിജിബിൾ ആവുക എന്നുള്ളതാണ് ഫസ്റ്റിലെ കേസ്.
ഇപ്പോൾ ഈവൻ എലിജിബിൾ ആണെങ്കിൽ പോലും ഇവർക്ക് ഫിനാൻഷ്യലി ചിലപ്പോൾ അതിലോട്ട് പഠിക്കണം താല്പര്യം ഉണ്ടാകും, പക്ഷേ ഇറ്റ്സ് ഓൾ ലൈക്ക് മണി, അതായത് നമ്മൾ ഫീസ് നമ്മൾ അടച്ചേ പറ്റൂ. സോ ജിഷാൻ പറഞ്ഞ പോലെ ആദ്യം സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളാണ് നോക്കുക. എന്നിട്ട് ഇത് മീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും ലൈക്ക് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഉള്ള യൂണിവേഴ്സിറ്റീസിലോട്ടല്ല ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം അതേ ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ കൈൻഡ് ഓഫ് ഡണ്ടി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അബർഡീൻ യൂണിവേഴ്സിറ്റി, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വേൾഡിൽ ടോപ്പ് 200 വരുന്ന യൂണിവേഴ്സിറ്റീസാണ്. ഇത് സ്റ്റുഡൻസിന് ആക്ച്വലി നല്ല സ്കോറുള്ള സ്റ്റുഡൻസിന് അപ് ടു 7,000 അല്ലെങ്കിൽ 8,000 വരെ സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നോർമൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അതേ ഫീസ് സ്ട്രക്ചറിന് ടോപ്പ് 200 റാങ്കിൽ ഉൾപ്പെടുന്ന യൂണിവേഴ്സിറ്റീസ് പഠിക്കാൻ പറ്റും. ചോയ്സസ് ഉണ്ട്, നമ്മളത് സ്റ്റുഡൻസിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ആഡ് ഓൺ ടു ദിസ് പോയിന്റ്, ലൈക്ക് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അക്ഷയ് മാഞ്ചസ്റ്റർ ചൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു അക്ഷയുടെ ഒരു താല്പര്യം. മേ ബി മാഞ്ചസ്റ്റർ വിൽ നോട്ട് ബി ദ റാങ്ക്ഡ് 1 ഇൻ ദ സബ്ജക്ട് യു വാണ്ടഡ് ടു ചൂസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ബിസിനസ് പ്രോഗ്രാം എടുക്കുകയാണ്, മാഞ്ചസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് വരുന്നുണ്ടാവുക. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് ലൈക്ക് ടു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ട്, ഇങ്ങനത്തെ ഒരു മേഖലയിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് മാഞ്ചസ്റ്റർ വിച്ച് ഇസ് റാങ്ക് ടോപ്പ് ഇൻ ദാറ്റ് സബ്ജക്ട് ഏരിയ. അപ്പോൾ നമ്മൾ ആ ഒരു ആംഗിളും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള നമ്മുടെ സബ്ജക്ട് ഏരിയ അതിന്റെ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള അങ്ങനെ ഒരു ഫെസിലിറ്റേഷനും അങ്ങനെ ഒരു ചോയ്സസും നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇറ്റ്സെൽഫ്, നമ്മൾ പറഞ്ഞല്ലോ ഇറ്റ്സ് നോട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ന് കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എവറി ബാങ്ക് ഈസ് റെഡി ടു lend you money for your education. ആൻഡ് അവരത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പ്രൊസീജിയറിലാണ് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈവൻ വി ഹാവ് സ്റ്റാർട്ടഡ് മാറ്റ് ഗ്ലോബൽ പ്ലസ്. അപ്പോൾ നമ്മൾ മാറ്റ് ഗ്ലോബൽ പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ദ കമ്പനി ഈസ് ഡൂയിങ് ദ സെയിം. നമ്മൾ ലെൻഡിങ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ട ലോൺ അസിസ്റ്റൻസ് അതർ ആഡ് ഓൺ സർവീസസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഇത് നമ്മൾ മാത്രമല്ല, എവറി വൺ ഇസ് ഇൻ ദ മാർക്കറ്റ് ഈസ് ഡൂയിങ് ദ സെയിം. സോ ലോൺ എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ബി എ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി. ഇപ്പോൾ നമ്മൾ UK പോലത്തെ അല്ലെങ്കിൽ US പോലത്തെ വളരെ റാങ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു എക്കോണമിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺട്രിയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ ബേർഡൻ ആയിട്ട് ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്യില്ല. ബിക്കോസ് ഈവൻ ഇൻ ദ പാർട്ട് ടൈം ഇറ്റ് സെൽഫ് ദേ ആർ ഏർണിംഗ് എ ലിറ്റിൽ ബിറ്റ്. സോ സർവൈവലിനുള്ള ഏർണിങ്സ് അവിടെ നടക്കുന്നുണ്ട്. ആഫ്റ്റർ ദി എഡ്യൂക്കേഷൻ ഇഫ് ദേ ആർ സ്കിൽഡ് ആൻഡ് ദേ ആർ ദർ ഫോർ ലേണിംഗ്, ഒബ്വിയസ്ലി അവർക്ക് നല്ലൊരു ജോലിക്കുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഇന്ന് ഐദർ ഇൻ ദ UK ഓർ അതർ കൺട്രീസിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈവൻ നമ്മളിപ്പോൾ പുറത്തത്തെ ഒരു കൺട്രി എടുത്ത് നോക്കുകയാണെന്നുള്ളത് ഫോർ എക്സാമ്പിൾ UAE ഇറ്റ്സെൽഫ്, നമ്മൾ ഇഫ് യു ആർ സ്റ്റഡീഡ് എവേ ഫ്രം യുവർ ഓൺ കൺട്രി, ഫോർ എക്സാമ്പിൾ ഐ ആം എൻ ഇന്ത്യൻ, ഇഫ് ഐ ഹാവ് സ്റ്റഡീഡ് ഫ്രം എനി അതർ കൺട്രീസ് അതർ ദാൻ ഇന്ത്യ, ഐ വിൽ ബി ഗെറ്റിംഗ് ആ സ്റ്റെപ്പ് അപ്പ് ഇൻ ദ ഇൻ്റർവ്യൂ. നമ്മൾ ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് നമ്മൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വി ആർ എക്സ്പോസ്ഡ് ടു ഔട്ടർ വേൾഡ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഫിനാൻഷ്യൽ പ്ലാനിങ് I can assure you that it will not be burden even if you go for a loan. നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നും എവിടെയാണ് പഠിക്കേണ്ടത് എന്നും അക്ഷയ്ക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ഓർ യു ഷുഡ് നോട്ട് വറി അബൌട്ട് ദ ഫിനാൻഷ്യൽ ബേർഡൻ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ലോൺ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 40 lakhിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്നതിൽ അക്ഷയ് പിന്നിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇഫ് യു ക്യാൻ ഗോ ഫോർ എ ലോൺ. ഇപ്പോൾ പാർട്ട് ടൈം ജോബിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചില കുട്ടികളുടെ ഡൗട്ടാണ് അല്ലെങ്കിൽ എന്താണ് ഈവൺ എനിക്കുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ UK എന്നൊരു കൺട്രി സെലക്ട് ചെയ്തു, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്തു, അവിടെ പോയിട്ട് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ ലോൺ അടക്കാൻ പറ്റുമോ എന്നുള്ള കേസ്. അതായത് നമ്മൾ ഈ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് അതിപ്പോൾ നമ്മുടെ ഡെയിലി എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്യാൻ പറ്റുന്ന. I'll add a few points, then the right person will be Shoaib, because ആൾ അവിടെ പോയി ആ കാര്യങ്ങൾ കണ്ട ഒരാളാണ്. അപ്പോൾ ഞാനൊരിക്കലും മുഴുവനായിട്ട് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് വാട്ട് ഐ സജസ്റ്റ് ടു പീപ്പിൾ ഹു എസ്പെഷ്യലി ഹു ഗോ ഫോർ അണ്ടർ ഗ്രാഡ്സ് ഓർ ഈവൻ ഫോർ ദ മാസ്റ്റേഴ്സ്, you have to find your tuition fees from here itself. Or make an arrangement for your tuition fees. Even ഇപ്പോൾ ഷോയ്ബ് പറഞ്ഞ പോലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ദേ ഫെസിലിറ്റേറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസ്. ഓക്കെ, പല തവണകളായിട്ട് അടയ്ക്കാനുള്ള ഫെസിലിറ്റീസ് യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് സജസ്റ്റ് പീപ്പിൾ ടു ഗോ ദർ ആൻഡ് ഏൺ മണി ആൻഡ് പേ ദ ട്യൂഷൻ ഫീസ്. ഐ ഡോണ്ട് സജസ്റ്റ് ദാറ്റ്. ബിക്കോസ് നമ്മൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദ ക്ലാസ്സസ് വിൽ ബി ഓൺലി 3 to 5 days. ദാറ്റ് ഡസൻറ്റ് മീൻ ഇവിടെ നമ്മൾ
ആഴ്ചയിൽ അത്രയും ഡ്യൂറേഷൻ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 3 to 5 days എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വിൽ ബി 5 hours അല്ലെങ്കിൽ 3 hours 2 hours മാക്സിമം വീക്ക്ലി അവേഴ്സ് എന്ന് പറഞ്ഞാൽ 30 hours ആണ് ക്ലാസ് എടുക്കുന്നത്. നാട്ടിൽ അങ്ങനെയല്ല, ഒരു ദിവസം തന്നെ 8 hours എടുക്കുന്നുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഇതിനേക്കാൾ ക്വാളിറ്റിയിലാണ് അവിടെ ഡെലിവർ ചെയ്യുന്നതെന്ന് നമ്മൾ ആൾറെഡി പറയുന്നുണ്ട്. സോ വാട്ട്സ് ഹാപ്പനിങ് ഈസ് ദേ ഹാവ് ടു, ഇപ്പോൾ നമ്മൾ ഇന്നൊരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു അവർ ഓൺ ലേണിങ്സ് ഫ്രം അവർ എൻഡ്. നമ്മൾ ലൈബ്രറിയിൽ പോകണം, നമ്മൾ നമ്മുടേതായിട്ടുള്ള അസൈൻമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യണം, വി ഹാവ് ടു സ്പീക്ക് ടു പീപ്പിൾ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് കൂടെ തന്നെ ആ ഒരാൾ അവിടെ നിന്നുകൊണ്ട് അയാളുടെ ട്യൂഷൻ ഫീസും കൂടെ ഏൺ ചെയ്യുമെന്ന് പറയുന്നത് ഐ ഡോണ്ട് പ്രിഫർ, ഓർ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. യു ക്യാൻ ഡു യുവർ പാർട്ട് ടൈം ജോബ് 20 hours a week, ബട്ട് ഇറ്റ് ഷുഡ് ബി ഓൺലി ഫോർ യുവർ ലിവിങ്. അവരുടെ ലിവിങ് അല്ലെങ്കിൽ അവരുടെ ഈവൻ അത്ര ഹാർഡ് വർക്ക് ചെയ്യാനും അത്ര ഏണിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേ യുവർ റെൻറ്റ്, യൂട്ടിലിറ്റി ബിൽ, എവറിത്തിങ്. അതർവൈസ് ജസ്റ്റ് ഫോർ യുവർ ലിവിങ് ആൻഡ് ഗെറ്റിംഗ് ദ എക്സ്പോഷർ. അപ്പോൾ പാർട്ട് ടൈം ജോബ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളവിടെ പോയിട്ട് പണിയെടുക്കുക, കാശുണ്ടാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് യു ആർ എക്സ്പോസ്ഡ് ടു ദ കമ്മ്യൂണിറ്റി. നമ്മളറിയാത്ത, നമ്മൾ ഇതുവരെ കേൾക്കാത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും വരുന്ന ആളുകളായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവാം. സോ വി ഹാവ് ടു സ്പെൻഡ് ടൈം ദർ. അതിനാണ് അതെ. അപ്പോൾ ആ ഒരു കാര്യം നടക്കണം. പാർട്ട് ടൈം ജോബ് യു ഷുഡ് ഡു ദാറ്റ്. ബട്ട് അതൊരിക്കലും നമ്മുടെ ഫീസും കാര്യങ്ങൾക്കൊക്കെ പാടെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫീ മുഴുവനായിട്ട് ഞാൻ തന്നെ അടയ്ക്കണം എന്നുള്ള സിറ്റുവേഷനിൽ ആവരുത് എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് സം വൺ, ഇപ്പോൾ ഈവൻ അക്ഷയ്, ഇഫ് യു ആർ willing to do the hard work with balancing your education, you can do it. I have seen people have done that. നമ്മൾ ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്ത ഒരുപാട് ആളുകൾ നമുക്കറിയാം, നമ്മളിപ്പോഴും കാണുന്നതാണ്, പിള്ളേർ അത് ചെയ്യുന്ന ആളുകളുണ്ട്. ബട്ട് എവ്രി വൺ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദാറ്റ്. ഒന്നാമത്തെ കാര്യം അതാണ്. ആൻഡ് ഇപ്പോഴത്തെ നമ്മൾ ഏണിങ്സ് കിട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനായിട്ട് ഏണിങ്സിലേക്ക് പോകും. ബിക്കോസ് പക്ഷേ നമ്മൾ ആദ്യം പോയിട്ടുള്ള പ്രയോറിറ്റി എന്താണ്? എഡ്യൂക്കേഷൻ. സോ നമ്മൾ അതിൽ നിന്ന് മിസ് ഔട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഐ സജസ്റ്റ് പീപ്പിൾ ടു ഫീസ് നമ്മൾ ആൾറെഡി അറേഞ്ച്ഡ് ആക്കുക. ആൻഡ് ലിവിങ് കോസ്റ്റ് ദാറ്റ് യു ക്യാൻ ഏൺ ഫ്രം ദർ ആസ് ഓഫ് നൗ. ദിസ് ഇസ് മൈ ഇൻപുട്ട്. ആക്ച്വലി ജിഷാൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡീസാണ്. ഏതൊരു സ്റ്റുഡൻ്റ് അവിടെ പോകുമ്പോഴും അവർ പഠിക്കാനായിട്ടാണ് പോകുന്നത്, സ്റ്റുഡൻറ്റ് വിസയിലാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഇവിടെ വരാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഏണിങ്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈംസിലോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ സ്റ്റഡീസ് അവിടെ ലാപ്സ് ചെയ്യപ്പെടും, ലാക്ക് ചെയ്യും. നമ്മുടെ ക്വാളിറ്റി, അതുപോലെ നമുക്ക് മാർക്സ്, ഇതൊക്കെ അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ഏണിങ്സ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ ഒരു മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നടന്നു പോകും. ഇപ്പോൾ ഫീസ് ആയിക്കോട്ടെ, നമ്മുടെ എക്സ്പെൻസ് ആയിക്കോട്ടെ, മീറ്റ് ചെയ്ത് പോകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലോങ് പീരീഡ്, ഒരു ലൈഫ് വരാനുണ്ട്. അത് നമുക്ക് ശരിക്ക് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ എക്സ്പോഷർ നമ്മളെ കയ്യിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കരിയർ എന്താ പറയുക, ഒരു ഫുൾഫിൽ ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ പാർട്ട് ടൈമിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ പൊജിഷൻ പറഞ്ഞ പോലെ നമ്മുടെ പഠിത്തത്തിൽ നിന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഫോക്കസ് നേരെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഒരു ഇറ്റ്സ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. 1-2 രൂപയല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 20 ലക്ഷം നമ്മൾ ഇവിടുന്ന് മുടക്കി അവിടെ ചെന്നു, 20 ലക്ഷം നമ്മൾ തിരിച്ചടച്ചു, പേരിനൊരു ഡിഗ്രി ആയി. എന്താ നേട്ടമുള്ളത്? കേവലം ആ ഒരു പേപ്പർ. ഇപ്പോൾ ഏതൊരു സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് എ ടിക്കറ്റ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് UK, USA ഇങ്ങനെയുള്ള കൺട്രീസിൽ നിന്നൊക്കെ നമ്മൾ ഡിഗ്രി എടുത്താൽ നമുക്ക് പ്രയോറിറ്റി കിട്ടും. അപ്പോൾ പ്രയോറിറ്റി കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഞാനാണ് ഒരു ഇൻ്റർവ്യൂവർ എങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലൂടെ പോകുന്നതെന്ന് വെച്ചാൽ, ഇതൊരു UK പ്രൊഫൈലാണ്, ഇയാൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷനിലുപരി സംതിങ്, ഹി ഗോട്ട് സംതിങ്, എക്സ്പോഷർ. സോ അത് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോക്കസ് എപ്പോഴും സ്റ്റഡീസിൽ മാത്രമായിരിക്കണം. പിന്നെ ഓഫ് കോഴ്സ് രണ്ടും മാനേജ് ചെയ്യുന്ന കുട്ടികളുണ്ട്, ഫീസ് അടക്കുന്ന കുട്ടികളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്ത് തന്നെ ആയാലും നമ്മുടെ ഫോക്കസ് സ്റ്റഡിയിൽ നിന്ന് മാറാണ്ടിരിക്കാൻ നോക്കുക. എന്നാലും നമുക്കത് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആവും. മീൻസ് ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൾട്ട് ടു മേക്ക് സം വൺ അൺലേൺ തിങ്സ്. ഓക്കെ, അപ്പം ഞാനൊരു പെർട്ടിക്കുലർ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അത് അൺലേൺ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ടത്തെ വിൻഡോസിൻ്റെ ഈ വാൾപേപ്പേഴ്സിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ്, സോ ഹാരി പോട്ടർ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ്. സോ ആർ യു കോൺഫിഡൻറ്റ് ദാറ്റ് വി ആർ 100% സേഫ് ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് ഇൻ ദിസ് പ്ലേസ്? നോ. സോ ഇത് വേൾഡിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സിറ്റുവേഷൻ തന്നെയാണ്. ബട്ട്
വെൻ യു കമ്പയർ ദ ക്രൈം റേറ്റ് ആൻഡ് എവറിത്തിങ്, നമുക്ക് നിയർ ബൈ ആയിട്ട് പറയാൻ പറ്റുന്ന ബാംഗ്ലൂർ, ഡൽഹി, ദ സിറ്റി ഈസ് റിയലി ഗ്രോയിങ് ഡേ ബൈ ഡേ ആൻഡ് പീപ്പിൾ ആർ കമ്മിങ് ഡേ ബൈ ഡേ. ഈ ഒരു സിറ്റുവേഷൻ അവിടെ ലണ്ടനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ടാകും. ബട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോബിനുള്ള ഓപ്പർച്യൂണിറ്റി ആ മാർക്കറ്റിൽ എന്നും അവൈലബിൾ ആണ്.